ഹലോ, ഞാനുണ്ടല്ലോ ദേ ഈ ബസ്സിന് എറണാകുളത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോതമംഗലത്ത് എത്തുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ബസ് നിർത്തും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി. ഇതേ ഒരു ചേട്ടനും ഈ ചേട്ടൻ്റെ ഈ കൂട്ടുകാരനും കൂടെ ബസ്സേ കയറി. ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ട് പുറകിലാണ്. ഇടയ്ക്കിടയ്ക്ക് കൈ വെക്കും, മുടിയിലൊക്കെ പിടിച്ച് ഇങ്ങനെ മുടിയൊക്കെ ഇന്ന് വലിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് കയറി അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ചേട്ടൻ പുറകിൽ കയറിയിരുന്നു കേട്ടോ. 2 സെക്കൻഡ് മുമ്പ് എന്നോട് മിണ്ടിയ ചേട്ടൻ പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങി ഈ കൈ ഇവിടെ വെച്ചേക്കുവാണ്. എന്തിതാ മാറ്റുന്നില്ല. ഞാനിവിടെ ചാരി ഇരിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ചേട്ടൻ കണ്ടതാണ് ഞാനിവിടെ ഇരിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഇവിടുന്ന് എണീറ്റ് പുറത്തു പോകുന്നതൊക്കെ. പുറത്തു പോയപ്പോഴത്തേക്ക് ഈ ചേട്ടന്മാർ എന്നോട് പറഞ്ഞു, കൊച്ചേ പോയി വല്ല ഫുഡ് കഴിക്കുമോ വെച്ചേന്ന്. അപ്പോൾ എനിക്ക് ഇവരൊന്നും പരിചയം പോലില്ലായിരുന്നു. പിന്നെ ഞാനത് ഫുഡ് കഴിക്കണമെന്ന് ഇവരെന്തിനാ പറയുന്നത്? എനിക്ക് അപ്പം തന്നെ നല്ല ദേഷ്യം വന്നാണ്. കയറി വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഉറങ്ങുന്ന ആളറിയാതെ കൈ വെച്ചതാണെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ ഞാൻ ബസ് പോകുന്നിടം വരെ വെയിറ്റ് ചെയ്തു. ബസ് ഒരു 10-20 മിനിറ്റോടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോഴും ഇങ്ങനെയാണ് കൈ വെച്ചേക്കുന്നതെങ്കിൽ നമുക്ക് ബാക്കി നോക്കാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ ചേട്ടൻ താളം പിടിക്കുന്ന പോലെയൊക്കെ തോന്നി. താഴേക്കും മേളേക്കൊക്കെ കൈ വെക്കുന്നുണ്ട്, തമാശയ്ക്ക് പോലെ തോന്നി. അപ്പോൾ ഇനി ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഈ ചേട്ടൻ നന്നായിട്ടറിയാം. അതുകൊണ്ട് ചേട്ടൻ ഈ കൈ വേറെ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാമല്ലോ. വേറെയും ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കമ്പികൾ ഈ ബസ്സിനുണ്ട്. പക്ഷെ അവിടെ തന്നെ വെച്ചേക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ കാര്യം. അങ്ങ് വെച്ചേക്കുവാണ്, ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ബസ് എടുത്തു കഴിഞ്ഞിട്ടും ചേട്ടൻ ഇതേപടി തന്നെ വെച്ചേക്കുവാണ്. ഉറങ്ങുന്ന ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ താളം തട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കൈ ഇനി എനിക്ക് തോന്നിയതാണോ ചേട്ടൻ അറിയാതെ പിടിച്ചതാണോ ഇതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഡിസ്കംഫർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായി ഗൈസ്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ നമുക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അത് നോക്കിയിരിക്കാതെ ആദ്യം തന്നെ കാര്യങ്ങളങ്ങ് പറഞ്ഞേക്കുക. അപ്പോൾ ഞാൻ എണീറ്റ് ചെയ്തിട്ട് ചേട്ടനോട്, ചേട്ടാ ഈ കൈ ഇവിടെ നിന്ന് മാറ്റണം, എനിക്കിങ്ങോട്ട് ചാരി ഇരിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ദേഹത്ത് പിടിച്ചോ കൊച്ചേന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് മാറ്റി. ചേട്ടൻ ഇങ്ങനെ വേണമെങ്കിലും കൈ പിടിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.